നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ റീഡിംഗ് എടുക്കാം നമുക്ക്. ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ്. ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഇതിപ്പോൾ നമ്മുടെ 2025 അവസാനിക്കാറായി. സോ ഐ തിങ്ക് ഇനി പേഴ്സണിനെ കുറിച്ച് ചോദിക്കൽ നിർത്തിയിട്ട് നമുക്കിപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് അവനവനെ കുറിച്ചൊന്ന് ചിന്തിക്കേണ്ട സമയമായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അതായത് നിങ്ങൾ ഈ ബന്ധത്തിൽ ഇനി നിൽക്കണോ വേണ്ടേ എന്ന രീതിക്ക്, നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണോ, നിങ്ങളിതിൽ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ, എന്താണ് സംഭവിക്കാൻ സാധ്യത നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്കുള്ള അഡ്വൈസ് യൂണിവേഴ്സ് എന്താ പറയുന്നത്? ഷുഡ് യു വെയിറ്റ് ഓർ മൂവ് ഓൺ എന്ന രീതിക്ക് നോക്കാം. എല്ലാവർക്കും ഒരേ കാര്യം ആയിരിക്കില്ല. സോ ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ 2 ഏഞ്ചൽസിനെ ഇവിടെ വെച്ചേക്കാം. ഓക്കെ, നിങ്ങൾ പൈൽ ചൂസ് ചെയ്തോളൂ. ഓക്കെ, പൈൽ 1 പിങ്ക് റോസ് കോഡ്സ് ആണ്, റോസ് കോഡ്സ് ഏഞ്ചലാണ്. ഓക്കെ, സെക്കൻഡ് 1 കാർണീലിയൻ റെഡ് കളർ ഏഞ്ചലാണ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തോളൂ. പൈൽ 1 പൈൽ 2 കുറച്ചെങ്കിലും നമുക്കൊരു ഡിഫറൻസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമുക്ക് പൈൽ 1 പൈൽ 2 കൊണ്ട് ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യാം. ഐ ഹോപ്പ് കാണുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണോ, ഷുഡ് യു വെയിറ്റ് ഓർ മൂവ് ഓൺ, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ഈ ബന്ധത്തിൽ ഇനിയും അവസരം കൊടുക്കണോ വേണ്ടേ എന്ന രീതിക്ക് നമുക്ക് നോക്കാം. സോ ഇവിടെ ഫസ്റ്റ് പൈൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പൈൽ റോസ് കോഡ്സ് ഏഞ്ചൽ ചൂസ് ചെയ്തവർക്ക് നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ ഇനിയും നിന്നാൽ കാര്യമുണ്ടോ അതോ നിങ്ങൾ മാറിപ്പോണോ എന്ന രീതിക്ക് നമുക്ക് നോക്കാം. പൈൽ 1 ചൂസ് ചെയ്തവർക്ക്, റോസ് കോഡ്സ് ഏഞ്ചൽ ചൂസ് ചെയ്തവർക്ക് എന്താ വരുന്നത്? ഓക്കെ, ആക്ച്വലി ഫസ്റ്റ് പൈൽക്കാർക്ക് ഇവിടെ റോസ് കോഡ്സ് ഏഞ്ചൽസ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോട് തുറന്ന് അവരുടെ ഫീലിങ്സ് കാണിക്കുന്നില്ല എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ ഒരു കൺഫ്യൂഷൻ കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, ഇവിടെ കൺഫ്യൂഷൻ, ഇത് മെയ്സ് ആണ്. മെയ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ എന്ന രീതിക്ക് പറയാം. അതായത് ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും, നമ്മളിങ്ങനെ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുറേ നടന്ന് പുറത്തേക്ക് വരാനുള്ള വഴി കണ്ടുപിടിക്കണം എന്ന് പറയില്ല, അങ്ങനത്തെ മെയ്സ് ആണിത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പം നിങ്ങൾ പെട്ടെന്ന് നിൽക്കുന്ന പോലെയാണ്. നിങ്ങൾ കൺഫ്യൂഷനാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പേഴ്സണിന് ശരിക്കും നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്ന രീതിക്കാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ബട്ട് ഇവിടെ ഒരു ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വക എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം നടക്കാനൊരു സാധ്യതയുണ്ട് എന്ന രീതിക്കാണ്. വിഷിംഗ് വെല്ലുണ്ട് ആൻഡ് സൊല്യൂഷൻസിൻ്റെ ഒരു കാര്യങ്ങൾ ഇവിടെ കീ ഇരിക്കുന്നുണ്ട്. കീ പറയുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങളുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ വരും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ആൻഡ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് കിട്ടും എന്ന രീതിക്കുമാണ് പറയുന്നത്. സോ യെസ്, കുറച്ച് കാര്യങ്ങൾ ഇവിടെ ക്ലിയർ അല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പേഴ്സണിന് ശരിക്കും ഫീലിങ്സ് ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് യൂണിവേഴ്സ് ഇവിടെ ഒരു ഹോപ്പ് തരുന്നുണ്ട്, ദാറ്റ് ഇവിടെ നിങ്ങളുടെ വിഷ് നടക്കും എന്ന രീതിക്കും യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കൺഫ്യൂസിങ് സമയമാണ്. മേ ബി പേഴ്സണിന് തന്നെ ഇപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, അവർക്കും അറിയുന്നുണ്ടാവില്ല ദാറ്റ് ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ അവരെന്താ ആഗ്രഹിക്കുന്നതെന്ന്. അവരുടെ ഭാഗത്തുനിന്ന് അവർ ഒരു തുറന്ന എക്സ്പ്രഷൻ ഇപ്പം ഉണ്ടാവില്ല. ഓക്കെ, ബട്ട് അതിനൊരു സൊല്യൂഷൻ വരുന്നുണ്ട് എന്ന രീതിക്ക് യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട്. നമുക്കൊരു ഇതിൽ നോടി എടുത്തേക്കാം. ഫെയ്റ്റ് മെസ്സേജസ് ആൻഡ് ഇൻസ്പെക്ടിങ് തേർഡ് ഐ ക്ലാരിറ്റി. ഓക്കെ, നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. ഓക്കെ, നിങ്ങളോട് ഇപ്പോൾ പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഒരു ക്ലിയർ ആൻസർ യൂണിവേഴ്സ് പറയുന്നില്ല. നിൽക്കണോ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളൊരു ആൻസർ യൂണിവേഴ്സ് തരുന്നില്ല. കാരണം ഇവിടെ സിറ്റുവേഷൻ ഇപ്പോൾ ഒരു സ്റ്റേൽമേറ്റ് ആണ്. സ്റ്റേൽമേറ്റ് എന്ന് പറഞ്ഞാൽ ഹാങ്മാൻ സിറ്റുവേഷൻ എന്ന് പറയാം. ഓക്കെ, ഒരു ഹാങ്മാൻ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലെയാണ്. ഇവിടെ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷനിൽ നിർത്തിയിരിക്കുകയായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാവാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു കാണും നിങ്ങളുടെ ഇടയിൽ. ടവർ മൊമെൻ്റ് എന്ന് പറയാം, നിങ്ങളുടെ ഇടയിൽ ചില പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ബട്ട്
നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് ഒന്ന് ഇത് രണ്ടും നമുക്ക് സിമിലർ ആയിട്ട് എടുക്കാം. ഓക്കെ, അത് വാച്ചിങ് ആൻഡ് ഇൻസ്പെക്ടിങ് എന്ന് പറയുന്നുണ്ട്, ക്ലാരിറ്റി തേർഡായി എന്ന് പറയുന്നുണ്ട്. ഒന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് ക്ലിയർ ആയിട്ട് മെസ്സേജസ് പറയും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് ഇവിടെ ശരിക്കും യൂണിവേഴ്സും നിങ്ങൾക്ക് മെസ്സേജസ് തരുന്നുണ്ട്. ചിലപ്പോൾ ഡ്രീംസിൻ്റെ ത്രൂ ആയിരിക്കാം. ഓക്കെ, ഇവിടെ ട്രാവൽ കാണുന്നുണ്ട്, കുറച്ച് പേർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ള സാധ്യതയാണ്. നിങ്ങൾക്ക് ചില ഇൻഫർമേഷൻ കിട്ടും, ചില മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടും. അതിപ്പോൾ പേഴ്സൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തുനിന്നായിരിക്കാം, വേറെ ആരെങ്കിലും നിങ്ങളോട് പറയുന്നതായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കാം. ഇവിടെ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മേ ബി നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇവിടെ സിറ്റുവേഷൻ്റെ എന്താണ് സത്യാവസ്ഥ എന്നറിയാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പല വഴിക്ക് നിങ്ങളതിനെ ഇൻഫർമേഷൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. അതുമാത്രമല്ല നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൂടി നിങ്ങൾ കേൾക്കാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ മെസ്സേജസ്, നിങ്ങൾക്ക് വേണ്ട മെസ്സേജസ് ശരിക്കും യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്യുക എപ്പോഴും. എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരോടും അറ്റാക്ക് ചെയ്യാൻ പോയിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയിട്ടോ ഒന്നും കാര്യമില്ല. നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരുന്നോ, നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, ഒരു പേഴ്സൻ്റെ ബിഹേവിയർ, അവരെന്താണ് കാണിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, അവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു, എത്രത്തോളം നിങ്ങളോട് ആ ഒരു ആത്മാർത്ഥത വെക്കുന്നു, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നു, അതൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിക്കും കാര്യങ്ങൾ വ്യക്തമാവും. ഇപ്പോൾ ഇവിടെ ഈ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്ന സിറ്റുവേഷൻ. ഓക്കെ, ബട്ട് നിങ്ങളോട് പറയുന്നത് ഒന്ന് സെൽഫ് ലവിലേക്ക് വരാൻ പറയുന്നുണ്ട്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അവനവനെ ചൂസ് ചെയ്യുക നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഇങ്ങനെ കൺഫ്യൂഷനും ക്ലാരിറ്റി ഇല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും നിങ്ങൾ ഇങ്ങനത്തെ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൂവ് ഓൺ എന്ന് പറയുന്നില്ല ഞാൻ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എല്ലാം കാണുക, മനസ്സിലാക്കുക, നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, പക്ഷെ ഒന്നും റിയാക്ട് ചെയ്യണ്ട. ഓക്കെ, വിട്ടുപോവുക അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു സ്റ്റെപ്പായിട്ട് നിങ്ങൾ എടുക്കണ്ട. പക്ഷെ നിങ്ങൾ കുറേ സമയം നിങ്ങളൊന്ന് അകന്ന് നിൽക്കൂ. ഓക്കെ, ഒരു ഡിസ്റ്റൻസ് വെക്കൂ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിലേക്ക് കുറച്ച് സമയം കൊടുക്കൂ. നിങ്ങളെ തന്നെ ഒന്ന് കെയർ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആ പേഴ്സണിനെ കുറിച്ച് ചിന്തിക്കൽ നിർത്തിയിട്ട്, അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത് അങ്ങനെ കൂടുതൽ അതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ ശ്രദ്ധ അവരെന്താ വെച്ചാൽ ചെയ്തോട്ടെ. ഓക്കെ, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ പീസ് നിങ്ങൾ ചൂസ് ചെയ്യൂ. ഓക്കെ, നിങ്ങളെ തന്നെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളൊന്ന് നമ്മളൊരു ആലോചിച്ച് നോക്കൂ, എത്ര ഒരാളുടെ പുറകെ നിങ്ങൾ അവരെ മാറ്റാനും മനസ്സിലാക്കിക്കാനും പറഞ്ഞു ഇതാക്കാനും ഒക്കെ എത്ര നടക്കും അല്ലേ? സോ അവർ തുറന്ന് പറയുന്നില്ല, അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നൊരു ശരിക്കും പ്രോപ്പറായിട്ട് ആക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു ആൻസറാണ് നിങ്ങൾക്ക് അല്ലേ? അത് തന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ആൻസർ ആയിട്ടാണ് വരുന്നത്. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ആ ഇൻറ്റ്യൂഷൻ വെച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തൽക്കാലം നിങ്ങളൊന്ന് അല്പം പുറകോട്ടാവുക. ഓക്കെ, ഒരു സ്റ്റെപ്പ് ബാക്ക് എടുക്കുക നിങ്ങൾ. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നിങ്ങൾ ചെയ്യുക ഇപ്പോൾ. ഓക്കെ, ഇത് നിങ്ങളോട് മൂവ് ഓൺ എന്നൊരു എനർജി എനിക്ക് വരുന്നില്ല. സൊല്യൂഷൻ നിങ്ങൾക്ക് വരും, ബട്ട് അത് ഐ തിങ്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ത്രൂ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ത്രൂ നിങ്ങൾക്കൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് വരും. ഇവിടെ ഞാൻ പ്രോപ്പറായിട്ട് എനിക്കൊരു മൂവിങ് ഓൺ എന്നൊരു എനർജി എല്ലാം എനിക്ക് കിട്ടുന്നത് നിങ്ങളോട് വാച്ച് ചെയ്യാനും മനസ്സിലാക്കാനും നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുക എന്ന രീതിക്കാണ് കിട്ടുന്നത്. ഒരു ഫൈനൽ കാർഡ് എടുത്തേക്കാം. ഒരു ഹോപ്പ് ഉണ്ടോ, പ്രതീക്ഷയുണ്ടോ? കൺഫ്യൂഷനാണ് ഇവിടെ വീണ്ടും അതിനാണ് വരുന്നത്. കൺഫ്യൂഷൻ എന്ന രീതിക്ക് തന്നെയാണ് വരുന്നത്. അഗെയിൻ ശരിക്കും പറഞ്ഞാൽ ഇത് ബെയർ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുക. പക്ഷേ ഫോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ വളരെ കണ്ണിങ് ആയിട്ടുള്ള വ്യക്തി എന്ന രീതിക്കും പറയും. സോ അഗെയിൻ ഇവിടെ കൺഫ്യൂഷനാണ് വരുന്നത്. സോ നിങ്ങൾ തന്നെ നോക്കി, നിങ്ങൾ തന്നെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, പ്രോപ്പറായിട്ട് മേ ബി ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമോ, ആരോടെങ്കിലും ചോദിക്കൂ. ഓക്കെ, നമ്മൾ ഈ കാർഡ്സും കാര്യങ്ങളും ജാതകം നോക്കലും ഇതും മാത്രമല്ല, നിങ്ങളുടെ കയ്യിലുള്ള പവേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യൂ. നിങ്ങൾ മറ്റുള്ളവരോട് ആരോടെങ്കിലും ചോദിക്കുക, മനസ്സിലാക്കുക, അവരുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങളത് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കും. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബാക്കി അവിടെയും ഇവിടെയും കേട്ടത് വെച്ച് മാത്രം നമുക്ക് ചിലപ്പോൾ ഡീൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കുറേ കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. ഓക്കെ, സോ ഐ തിങ്ക് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. നിങ്ങൾ എല്ലാം കേൾക്കുക, കാണുക, മനസ്സിലാക്കുക, അന്വേഷിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഈ പേഴ്സൺ നല്ലതാണോ, അത് ഓരോരുത്തർക്ക് ചിലപ്പോൾ ഓരോന്നായിരിക്കും, അതുകൊണ്ടും ആയിരിക്കാം നമ്മളിവിടെ ഫുൾ മൂവ് ഓൺ എന്ന രീതിക്കല്ല എനിക്ക് വരുന്നത്. ബട്ട് നിങ്ങളോട് പറയുന്നുണ്ട് ഒരു അല്പം നിങ്ങളെ ചൂസ് ചെയ്യൂ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി എന്താ പറയുക, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കി ഒന്ന് മാറി നിൽക്കൂ എന്ന രീതിക്കാണ് വരുന്നത്. എല്ലാം ദൂരെ നിന്നൊന്ന് കണ്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാനാണ് പറയുന്നത്. ഒരു ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, വിഷിംഗ് വെൽ ഉണ്ടായിരുന്നു. സോ മേ ബി നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കും, എല്ലാം നല്ലതാകും എന്ന രീതിക്കും ഉണ്ട്. സോ ഒരു ചെറിയൊരു ഹോപ്പ്, പ്രതീക്ഷ നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, സോ പൈൽ 1 അതായിരുന്നു. ഇനി പൈൽ 2 ഞാൻ മൂവ് ഓൺ ചെയ്യാം. ഞാൻ മൂവ് ഓൺ ചെയ്യാം. പൈൽ 2 നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിൽക്കണോ മൂവ് ഓൺ ചെയ്യണോ എന്ന് നമുക്ക് നോക്കാം.
പൈൽ 2 ചൂസ് ചെയ്ത ആൾക്കാർക്ക്, റെഡ് കാർണിയലിയൻ ഏഞ്ചൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിൽക്കണോ വിട്ടു പോകണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ 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 ഇവിടെ ബോട്ടം ഡെക്ക് നമുക്ക് ഡോഗ് ഉണ്ട്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ ആക്ച്വലി നിങ്ങൾക്ക് കാണുന്നത്, ഇവിടെ എനിക്ക് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം, നിങ്ങൾ പേഴ്സണുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വന്ന് കാണാം. ബട്ട് ഇവിടെ ഇനി അതിനൊരു ആക്ച്വലി ബെറ്റർ ആവുന്നതായിട്ടാണ്, സിറ്റുവേഷൻ ബെറ്റർ ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തകർച്ച വന്നിട്ടുണ്ടെങ്കിൽ തന്നെ, ഇത് നമ്മുടെ ടവർ കാർഡൊക്കെ ആയിട്ട് എടുക്കാം, നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ശരിയാവും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. കാരണം ഇവിടെ ഫ്ലവേഴ്സ് ഉണ്ട്, ആങ്കർ ഉണ്ട്. ആങ്കർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയില്ലേ, സ്റ്റഡി ആയിട്ട് ഒരു എന്താ പറയുക, നിങ്ങളുടെ ബന്ധം അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ ഫ്ലവേഴ്സുമായിട്ട് കാണുന്നുണ്ട്. സോ ഇതൊരു ഓഫർ ഓഫ് ലവ് എന്ന രീതിക്ക് എടുക്കാം, ഒരു മെസ്സേജ് എന്ന രീതിക്ക് എടുക്കാം, പേഴ്സൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഓക്കെ സിറ്റുവേഷൻ ബെറ്റർ ആവും എന്ന രീതിക്കാണ്. നിങ്ങൾ വീണ്ടും ഒരു റീസ്റ്റാർട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എവിടെയോ ലോയൽ ആണ് എന്നുള്ളത് കൂടി നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ ഡോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോയൽറ്റിയാണ് പറയുക, ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ന രീതിക്കാണ്. ആൻഡ് ഗോസിപ്പ് എന്ന മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ ഇടയിൽ. ബട്ട് ഓവറോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ശരിക്കും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാമെന്ന് കാണുന്നുണ്ട്. ആൻഡ് ഈ ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന രീതി, മുന്നോട്ട് പോകും എന്ന രീതിക്കുമാണ് കാണുന്നത്. യെസ്, പ്രശ്നങ്ങളുണ്ട്, ഇടയ്ക്ക് ഇഷ്യൂസൊക്കെ വരും, പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് ഓക്കെ വളരെ സ്ട്രോങ് തന്നെയാണ്. ആങ്കർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഷിപ്പിനെയൊക്കെ നങ്കൂരിട്ട് വെക്കുക എന്ന് അങ്ങനെയല്ലേ. സോ നിങ്ങളുടെ ബന്ധം അത്രയും സ്റ്റഡി ആയിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത് ഇവിടെ. ആൻഡ് ഇവിടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം. നിങ്ങൾ തമ്മിൽ ഒരു വീണ്ടും റിന്യൂവൽ ഓഫ് ലവ് എന്ന രീതിക്ക് കാണാം, ഒരു മെസ്സേജസ് കൈമാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരാം, ഓക്കെ ഫ്ലവേഴ്സ് കൊണ്ടുവരാം, ഗിഫ്റ്റ് എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയാണ്. ആൻഡ് ഇവിടെ നിങ്ങളുടെ ബന്ധം വീണ്ടും ഒരു സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുമെന്നാണ്. ആൻഡ് ഇവിടെ അഗെയിൻ നമുക്ക് ട്രസ്റ്റിൻ്റെ കാര്യമുണ്ട്. സോ നിങ്ങൾക്ക് ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം, ഇത് മുന്നോട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഓക്കെ, ഒരു അവസരം കൊടുക്കാം എന്നാണ് കാണുന്നത്. സെക്കൻഡ് പൈൽകാർക്ക് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം ഈ സിറ്റുവേഷൻ, നിങ്ങൾ വെയിറ്റ് ചെയ്യാം എന്ന രീതിക്കാണ്. ഓക്കെ, ജസ്റ്റ് കുറച്ച് മെസ്സേജ് കൂടെ എടുത്തേക്കാം. അപ്പോളജി, ഗാർഡഡ്, വൾണറബിലിറ്റി ആൻഡ് ലിമിറ്റേഷൻസ്, ഫിയേഴ്സ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ പേഴ്സണ് ഒരേ കാര്യമാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു മാപ്പ് പറയാൻ അവർ സോറി പറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളായാലും ഓക്കെ, നിങ്ങളുടെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ രണ്ടുപേരും ഐ തിങ്ക് മനസ്സങ്ങനെ ഓപ്പണായിട്ട് തുറന്ന് പറയാനൊക്കെ ഒരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ രണ്ടുപേരും ഈ സിറ്റുവേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചില പേടികളും ഫിയേഴ്സൊക്കെ പേഴ്സൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവും. ഓക്കെ, ഈ ബന്ധം ശരിയാവുമോ ഇല്ലേ, അല്ലെങ്കിൽ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലേ, അല്ലെങ്കിൽ സിറ്റുവേഷൻ വെച്ചിട്ടായാലും ഓക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ്, അങ്ങനെയെല്ലാം കുറച്ച് പേടികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ബട്ട് ഓവറോൾ നിങ്ങളുടെ പേഴ്സണിന് ശരിക്കും ഇത് ആഗ്രഹമുണ്ട്, ഈ സിറ്റുവേഷൻ വേണം എന്ന് തന്നെയാണ് അവർക്ക്. ആൻഡ് നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി, പാഷൻ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ അറ്റാച്ച്മെൻറ്റ് വളരെ സ്ട്രോങ് ആണ്. നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് അതിൻ്റെ ഒരുപാട് ഗിൽട്ട് ഉണ്ട്, അവർക്ക് അതിൻ്റെ കുറ്റബോധം ഉണ്ട് അവരുടെ മനസ്സിൽ. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീയൂണിയനാണ് എനിക്ക് കാണുന്നത്. കുറച്ച് പേർക്ക് നിങ്ങൾ തമ്മിലൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വരാനുള്ള പോസിബിലിറ്റിയും കാണുന്നുണ്ട്. യെസ്, നിങ്ങൾ തമ്മിലിടയിൽ പ്രോബ്ലം ഐ തിങ്ക് വന്നിരുന്നു, ടവർ കാർഡിൻ്റെ നമുക്ക് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ തമ്മിലിടയിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് അതിനുശേഷം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിന് നല്ലോണം കുറ്റബോധമുണ്ട്. ഓക്കെ, ആൻഡ് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റീയൂണിയൻ അവരും ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സോ ഇവിടെ ഈ സെക്കൻഡ് പൈൽകാർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, പേഴ്സണിന് ഒരു അവസരം കൊടുക്കാം. ഈ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് നല്ലൊരു റീഡിങ് സെക്കൻഡ് പൈൽകാർക്ക്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.